ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ഞാനിവിടെ കയറി പോകുന്നത്. ഇപ്പോൾ കൽപ്പേനിയിലെ കുറച്ച് വീഡിയോസ് എല്ലാം ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതാ ഞാൻ കയറി പോകുന്നത് മൊഹദ്ദീൻ പള്ളിയിലേക്കാണ് കേട്ടോ. കൽപ്പേനിയിലെ മൊഹദ്ദീൻ പള്ളിയിലേക്കാണ്. അപ്പോൾ മൊഹദ്ദീൻ പള്ളിയിൽ കുറച്ച് ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അത് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എനിക്ക് പറയാനറിയില്ല. എന്നാൽ പോലും ഞാൻ കുറച്ചൊക്കെ മനസ്സിലാക്കി വെച്ചതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാ കയറി പോകുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ കുറച്ച് പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഈ പള്ളി എന്ന് പറഞ്ഞാൽ മൊഹദ്ദീൻ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ കൽപ്പേനികളെ ആൾക്കാരുണ്ടാക്കിയതല്ല കേട്ടോ, ജിന്നുകൾ ഉണ്ടാക്കിയ പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഒരു രാത്രി കൊണ്ട് ഉണ്ടാക്കിയ പള്ളിയാണ് ഈ മൊഹദ്ദീൻ പള്ളി, കൽപ്പേനിലെ മൊഹദ്ദീൻ പള്ളി. അതുപോലെ അതിൻ്റെ പരിസരത്ത് 7 കുളവും ഉണ്ട്. പള്ളിയിൽ ആ പരിസരത്തായിട്ട് 7 കുളങ്ങളും ഉണ്ട് കേട്ടോ. ആ കുളങ്ങളൊക്കെയും ജിന്നുകൾ ഉണ്ടാക്കിയതാണ്. അത് നേരെ കടൽ തീരത്തുനിന്നാണ് കേട്ടോ. ആ കടലിലെ ആ ഒരു ചരലെന്ന് പറയുന്ന ചെറിയ ചെറിയ പാറ കഷ്ണങ്ങൾ പൊടിഞ്ഞിട്ട് വരുന്ന ആ ഒരു ചരൽ പീസ് ഉണ്ടല്ലോ, അത് വച്ചിട്ടാണ് കേട്ടോ ആ ഒരു ഫുള്ള് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും പറയില്ല ഇതൊരു നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയതല്ല എന്ന് ഒരിക്കലും പറയില്ല. അത് കണ്ടാൽ നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞു പോയി. ശരിക്കും നമ്മളൊരു വിശ്വാസം കൂടിയിട്ടാണ്, നമ്മൾ ലക്ഷദ്വീപുകാരുടെ ഒരു വിശ്വാസം കൂടിയിട്ടാണ് കേട്ടോ ആ ഒരു നിലനിന്ന് പോകുന്നത്. കാരണം അത്രയും അവിടെ വർഷത്തിനുള്ള നേർച്ചകളൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടാണ് കൽപ്പനിക്കാർ അത് കൊണ്ട് നടക്കുന്നതും ആ ഒരു വിശ്വാസം നിലനിർത്തി പോകുന്നതും. നമ്മൾ പുറം നാട്ടുകാർ പോകുമ്പോഴും അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് നമ്മൾ പോയിട്ട് ദ്വാ ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാ കുളങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയുള്ള 7 കുളങ്ങളുണ്ട് കേട്ടോ ഓരോരോ സ്ഥലത്തായിട്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കുളിക്കുന്ന കുളമുണ്ട്. പിന്നെ ഒരു കുളം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാനായിട്ട്, കുളിക്കാനൊന്നുമല്ല, കുടിക്കാനായിട്ട് മാത്രമുള്ളൊരു കുളമുണ്ട്. പിന്നെ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള 7 കുളങ്ങൾ അതിൻ്റെ പരിസരങ്ങളിലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇത് പള്ളിയാണ്, അവിടെ നിസ്കരിക്കാനുള്ളതാണ്. പിന്നെ അവിടെ മഖ്ബറ ഉണ്ട്, നേർച്ച. അവിടെ ഒന്ന് കയറി, അവിടെയും അതിൻ്റെ അകത്തൊന്ന് കയറി ദ്വാ ചെയ്തു. അപ്പോൾ എപ്പോഴും ഈ വെള്ളിയാഴ്ച തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെ പോയി നല്ല തിരക്കായിരിക്കും. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലും നിസ്കാരത്തിനൊക്കെ എല്ലാവരും അങ്ങോട്ട് പോകുന്നവരുണ്ട്. അത് കൽപ്പേനിലെ തെക്ക് ഭാഗത്താണ് കേട്ടോ. ആ ഒരു ഭാഗം തന്നെ ഒരു നല്ലൊരു ഇത് കുടിക്കുന്നതാണ് കേട്ടോ. വെള്ളം കുടിക്കാനുള്ളതാണ്, കുളിക്കാനല്ല, കുടിക്കാനുള്ള വെള്ളമാണ്. അപ്പോൾ അതും കുടിച്ച് നമ്മളിങ്ങനെ അപ്പോഴത്തേക്ക് ബാങ്ക് വിളിക്കിൻ്റെ സമയമായിരുന്നു. അപ്പോൾ പിന്നെ കൂടുതൽ അവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊന്ന് കവർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാങ്ക് വിളിക്കാനായിട്ട് ഇതൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ ഉള്ളതാണ് കേട്ടോ. അതാണ്ട് ഈ വാളൊക്കെ കെട്ടിയത് കല്ലുകൊണ്ടല്ല, ഈ കടലിൽ നിന്ന് കയറി കിടക്കുന്ന ആ ചരലുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ വാളൊക്കെ. ഇതൊക്കെ അതേ ഈ പള്ളീൻ്റെ ഒപ്പം തന്നെ കെട്ടിപ്പൊക്കിയ ഇതാണ് കേട്ടോ. അത് മാഷാ അല്ലാ, അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വിശ്വാസികൾക്ക് കേട്ടോ അതൊരു നല്ല മനസ്സിനറിഞ്ഞ ഒരു കണ്ണിൽ നിന്ന് കണ്ണീർ വരുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുളമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒറ്റ രാത്രി കൊണ്ടാണ് ജിന്നുകൾ കെട്ടിപ്പൊക്കിയതാണ് ഈ മൊഹദ്ദീൻ പള്ളി. അപ്പോൾ അതാണ് ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. പിന്നെ പിന്നെ ഇങ്ങനെ നടന്ന് പിന്നെ ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ. ഇവിടെ ഒരു കുളമുണ്ട്. അങ്ങനെ 7 കുളങ്ങളാണ് ആ പള്ളിക്ക് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതത് നേർച്ചപ്പെട്ടിയാണ്. പിന്നെ ഇതിൻ്റെ അകത്തും കൂടി അവിടെ നമുക്ക് പൈസ ഇടാം. പിന്നെ അതിൻ്റെ അകത്തും കൂടി കയറിയിട്ട് അവിടെ ഒരു മഖ്ബറ ഉണ്ട്. അതും കൂടി നമുക്ക് ദ്വാ ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം ഇൻഷാ അല്ലാ. വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്കും കമൻറ്റും ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സ്മാർക്കൊക്കെ ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ കൽപ്പേനിലത്തെ കുറച്ച് വീഡിയോസൊക്കെ ബാക്കിയുണ്ട്. ഞാൻ റംസാൻ്റെ വീഡിയോ ഡീറ്റെയിൽസ് ഒന്നും ആയിട്ട് എടുക്കാൻ എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ കൽപ്പേനിലെ വീഡിയോ എല്ലാം പെൻഡിങ്ങിലായി കിടക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി ഞാൻ മാക്സിമം എല്ലാ വീഡിയോയും ഇടാൻ നോക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അപ്പോൾ ഇതാ മഗ്‌രിബ് ബാങ്ക് വിളിച്ചു. അപ്പോൾ പിന്നെ എല്ലാവരും നിസ്കരിക്കാൻ പള്ളിയിൽ കയറാൻ തുടങ്ങി. അപ്പോൾ നമുക്കും നിസ്കരിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എൻ്റെ കൂടെയുള്ള ഹന്നയാണ്. ഹന്നൻ്റെ വീട് അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഈ പള്ളീൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വീട്ടിലോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, പള്ളിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ കടൽക്കാത്തീരയിൽ ഇങ്ങനെ കൊപ്രൻ്റെ ഓരോ വേലികൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ കാഴ്ചകളൊന്നും എനിക്ക് കാണുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാം, എനിക്ക് കാണുകയും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. ഇതൊക്കെ ഇങ്ങനെ ചിരട്ടയാണ്, കൊപ്ര ഇങ്ങനെ തേങ്ങ അടർത്തി മാറ്റിയിട്ടുള്ള ചിരട്ടകൾ കൂട്ടിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ആ വേലിൻ്റെ അകത്ത് ഇങ്ങനെ കൊപ്രയൊക്കെ ഉണക്കാനൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട്. അതിന്നൊരു കഷ്ണമൊക്കെ അവർ തന്നു കേട്ടോ, കഴിക്കാനൊക്കെ തന്നു. പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ പോയി, ഹന്നൻ്റെ വീട്ടിൽ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അന്നൊരു പരിപാടി ഉണ്ടായിരുന്നു രാത്രിയിൽ നമ്മളെ ഒരു ബന്ധു വീട്ടിൽ. അപ്പോൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇശ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നിട്ടാണ് ഞങ്ങൾ പരിപാടിക്ക് പോകുന്നത്. അന്ന് നോമ്പ് ബറാത്തായിരുന്നു കേട്ടോ. ബറാത്തിൻ്റെ പരിപാടിയായിരുന്നു അന്ന് രാത്രി, കാരണം പിറ്റേന്നാണ് നോമ്പ്. അന്ന് അവിടെ നമ്മളെയൊക്കെ ക്ഷണിച്ചതായിരുന്നു, പക്ഷേ പോകാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി അവരോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയത്. അപ്പോഴത്തേക്ക് അവിടെ ഗ്രാൻഡായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. മീൻ വറ്റിച്ചതും മട്ടനും ചിക്കനും ബീഫും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്ച്ചോറും മറ്റേ സാദാ ചോറും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ബന്ധു വീടുമാണ്. അങ്ങനെ കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് നമ്മൾ പുറത്ത് ഫുഡൊക്കെ ഉള്ളതുകൊണ്ട് കഴിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് പിന്നെ അങ്ങനെ ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയി സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇത്. എന്തായാലും കുട്ടികളെല്ലാം നല്ല ആക്റ്റീവാണ്, ഫുഡൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിലൊരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ, കുട്ടികളൊക്കെ ഭയങ്കര ആക്റ്റീവായിരിക്കും എല്ലാവരും. കാരണം ബന്ധുക്കളുടെ വീട്ടിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ വരുമല്ലോ, സമപ്രായക്കാരൊക്കെ എത്തുമ്പോൾ നല്ലൊരു ആവേശമല്ലേ. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ എല്ലാവരും നല്ല ത്രില്ലിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ വരാൻ പറഞ്ഞായിരുന്നു, പക്ഷേ എനിക്ക് നേരത്തെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ അവിടുത്തെ ഫുഡിൻ്റെ ഒന്നും പ്രിപ്പറേഷൻ്റെ വീഡിയോസ് ഒന്നും എനിക്കെടുക്കാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഇവിടെ കഴിച്ച് ഒരുവിധം എല്ലാവരും പോയി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. അവിടുത്തെ മീൻ വറ്റിച്ചതൊക്കെ ഭയങ്കര അപാര ടേസ്റ്റാണ്. കുറച്ചധികം കൂടി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ, ഇറച്ചിയായാലും ചോറായാലും ഒക്കെ നല്ല ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും എനിക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് ചായയും പിന്നെ അവർ പഴവും ഒക്കെ തന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ അവർ കഴിക്കുന്ന വീഡിയോസൊക്കെ കുറച്ച് എടുത്തു. അതുപോലെ ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇതാക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ കുട്ടികളെല്ലാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. നല്ല രസമുണ്ട്. എല്ലാവരും വീഡിയോ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ലേറ്റ് ആയത് സോറി കേട്ടോ. ഇത് എന്ത് പറഞ്ഞു, മുട്ടപ്പായസം എന്നാ എന്തോ പറഞ്ഞു കേട്ടോ, മധുരമാണ് കേട്ടോ. അപ്പം എനിക്ക് കുടിക്കാൻ തന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും പാർസലാക്കി കൊടുത്ത് പാത്രമൊക്കെ കഴുകുന്ന തിരക്കിലാണ്. പിന്നെ അധികം ഞങ്ങൾ നിന്നിട്ടില്ല, ഞങ്ങളും പിന്നെ ഇങ്ങോട്ട് തിരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.